ആക്ച്വലി ചില ആളുകളുടെ മരണശേഷം നമ്മൾ നമ്മളോട് തന്നെയോ കൂടെയുള്ളവരോട് പലപ്പോഴായിട്ടും പറയുന്ന ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ആള് പോയി ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ശരിക്കും അതിന്റെ സത്യാവസ്ഥ ഒരു മരിച്ചു നമുക്കറിയാത്തത് കൊണ്ടാണ് അല്ല, പക്ഷേ ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും അവരുടെ മെമ്മറീസ് നമ്മളെ ഹോണ്ട് ചെയ്തോണ്ടേ. അത്രയും പ്രിയപ്പെട്ട ഒരാള് പെട്ടെന്ന് ഒരു ദിവസം തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ദൂരത്തിൽ നമ്മളെ വിട്ടു പോയിന്ന് അറിയുമ്പോൾ അവരുടെ മെമ്മറീസിൽ മാത്രം ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആണ്. ചിലപ്പോ നമുക്ക് തോന്നും ഈ മരണത്തിന്റെ കാര്യത്തില് പഠിച്ചാൽ എന്തൊരു അൺഫെയർ ആണ്, എത്രയോ സ്വപ്നങ്ങൾ ബാക്കി നിൽക്കെ എന്തിനാണ് അവരെ കൊണ്ടുപോയതെന്ന്. പക്ഷെ ഒന്നാലോചിച്ച് ഈ ലോകത്തിനെക്കാട്ടിലും എന്തോരം ഭംഗിയുള്ള സമാധാനം മറ്റൊരു സ്ഥലത്തേക്കാണെങ്കിലും ഒരു പോയത്, അതുകൊണ്ടാണെങ്കിലും ഒരു തിരിച്ചു വരാത്തത്. അല്ലാഹ് നെവർ ടേക്സ് എ സോൾ വിതൗട്ട് എ റീസൺ. അത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല, അക്സെപ്റ്റ് ചെയ്യാനും എളുപ്പമല്ല. പക്ഷെ അതിനെയാണ് സബർ എന്ന് പറയുന്നത്. തകർന്നിരിക്കുന്ന സമയത്ത് പഠിച്ചോ നോക്കിക്കോളൂ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതാണ് നമ്മളെ ശരിക്കും താങ്ങി നിർത്തുന്നത്. മരണം ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ല. ആര്, എപ്പോ, എങ്ങനെ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് ആകെ ചെയ്യാൻ കഴിയണത് ഉള്ള സമയത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തി സ്നേഹിക്കുക, സഹായിക്കുക. അല്ലെങ്കിലും മറവി ഒരു അനുഗ്രഹമാകുന്നത് മരണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഓർമ്മകളായിട്ട് മാത്രം, നന്മകളായിട്ട്, പ്രാർത്ഥനകളായിട്ട് അവരിനിയും നമ്മളുടെ ജീവിതത്തിൽ തുടരും. നമ്മളുടെ ദുആകൾ അവരുടെ ഖബറിൽ വെളിച്ചമാകട്ടെ.